ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾക്ക് പോലും അവരുടെ ശരീഅത്ത് നിയമമോ അതല്ലെങ്കിൽ അവർ വാദിക്കുന്ന നിയമമോ പാസ്സാക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് മുമ്പൊക്കെ മുസ്ലിം പുരുഷന്മാരായിരുന്നു പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. നമുക്കറിയാം, ഇതര സംഘടനാ വിഭാഗങ്ങളുണ്ട്. അവർക്ക് എല്ലാവർക്കും പല വിഷയങ്ങളിലും നൂറ് അഭിപ്രായങ്ങളാണ്. നബിദിനം ആഘോഷിക്കാൻ പാടില്ല. രണ്ട്, പല വിഭാഗങ്ങൾ അങ്ങനെയാണ്. ചിലർക്ക് മരിച്ച വീട്ടിൽ യാസീനോദാം, ചിലർക്ക് മരിച്ച വീട്ടിൽ യാസീനോദാം പാടില്ല. ചിലർക്ക് നബിയുടെ ജന്മദിനം ആഘോഷിക്കാം, ചിലർക്ക് പറ്റില്ല. ചിലർക്ക് ഉറൂസും ചന്ദനക്കുടവും പള്ളികളിലെ ഉത്സവങ്ങളും ഒക്കെ പറ്റും, ചിലർക്ക് പറ്റില്ല. ചിലർക്ക് മരിച്ചവരെ പിന്നീട് സഹായിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് വിളിച്ച് പ്രാർത്ഥിക്കാം, ചിലർക്കത് പറ്റില്ല. അങ്ങനെ ജമാഅത്തും സുന്നിയും അതുപോലെ മുജാഹിദും അഹമ്മദിയാക്കളും അങ്ങനെ ഓരോ വിഭാഗത്തിനും നൂറ് അഭിപ്രായങ്ങളാണ് ഈ വിഷയത്തിലുള്ളത്. ഒറ്റ മതമേ ഉള്ളൂ കേട്ടോ. അപ്പോ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു ഇസ്ലാം എന്ന മതത്തെയാണ് പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിന്റെ മതം ഇസ്ലാമാണ്, അള്ളാഹു മുസ്ലിമാണ്. അപ്പോ അള്ളാഹു തൃപ്തിപ്പെട്ടതും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുത്തിരിക്കുന്നതുമായ ഈ ഇസ്ലാമില് കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടില്ല എന്ന് കറ്റൻട്രി ആയിട്ട് പറയാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നൂറ് അഭിപ്രായങ്ങൾ ഉടലെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ഖുർആൻ പരിഭാഷകളും അതിനേക്കാളേറെ വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നത്. ചിലർ ഹദീസുകൾ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല. ചിലർ ഖുർആനിന്റെ ഇന്ന വ്യാഖ്യാനങ്ങൾ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല. ചിലർ ഖുർആൻ മാത്രം പ്രമാണം, ചിലര് ഹദീസ് മാത്രം പ്രമാണം. അഹ്ലെ ഖുർആൻകാര്, അഹ്ലെ ഹദീസുകാര്. ഇനിയും ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവർ ഖുർആനിനെതിരെ ഹദീസ് വന്നാൽ അതിനെ തള്ളണം. ഇനിയും ഒരു വിഭാഗം ഖുർആനിനെതിരായിട്ടാണ് ഹദീസ് വരുന്നതെങ്കിൽ അതിനെ ഖുർആനിന് അനുകൂലമായിട്ട് അങ്ങോട്ട് ഒപ്പിച്ചു വായിച്ചു പോകുക. ഇങ്ങനെ ഏതേതു വിഷയങ്ങൾ എടുത്താലും ശരി, വ്യത്യസ്തമായ അഭിപ്രായങ്ങളിലാണ് ഈ മതം നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉസ്താദ് പറഞ്ഞത് നമ്മൾ കേട്ടു. ഗ്രാൻഡ് മുഫ്തിയാണ് ഇന്ത്യയുടെ. കുഞ്ഞു ആളൊന്നും അല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ആപ്പ ഉപ്പ ആളൊന്നും അല്ല. ഗ്രാൻഡ് മുഫ്തി ഒരു മതവിധി പറഞ്ഞാൽ മുഹമ്മദ് നബി മാറി നിൽക്കണം. അതാണ്, അങ്ങനെയാണ് ഇവിടുത്തെ നിയമം. ഒരു പെണ്ണ്, ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോള് വേദിയിലേക്ക് കയറാൻ വന്നപ്പോൾ കണ്ടല്ലോ നമ്മൾ. സമസ്തയുടെ നിയമം നിനക്ക് അറിയില്ലേ, നിനക്ക് ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് അബ്ദുള്ള മുസ്ലിയാരെ മുണ്ട് മുറുക്കി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് കുഴപ്പമില്ല സ്ത്രീ വേദിയിൽ കയറുന്നതിന്. ജമാഅത്തെ ഇസ്ലാമിയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും അണ്ടറിലുള്ള മെക്സവനെ സംബന്ധിച്ചിട്ടാണ് എ പി കാന്തപുരം അത് പറഞ്ഞത്. അവരാരും എതിർത്ത് രംഗത്ത് വന്നിട്ടില്ല, പക്ഷെ അവർ പ്രവർത്തിച്ചു കാണിക്കുകയാണ്. എ പി കാന്തപുരത്തിന് ഇതിലും വലിയ ഒരു മറുപടിയില്ല. ഇപ്പൊ മുജാഹിദിന്റെ സമ്മേളനം നടക്കുന്ന വേദികളിൽ നോക്ക്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുമുണ്ട്, ഇടകലർന്നിട്ട് തന്നെയാണ്. വേദികളിൽ നോക്ക് നിങ്ങൾ, സദസ്സുകളിൽ നോക്ക് നിങ്ങൾ, ഒരു കുഴപ്പമില്ല, അവർക്ക് പ്രശ്നമില്ല. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാം പെണ്ണിന്. ഓരോരോ സംഘടനകൾക്കും ഓരോരോ നിയമങ്ങളാണ്. ഇപ്പോൾ എ പി കാന്തപുരത്തിന് ഇതിലും വലിയ ഒരു മറുപടി വേറെ ഇല്ല എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഒരു താത്ത തന്നെ മറുപടിയുമായി രംഗത്ത് വരികയാണ്. എങ്ങനെയാണ് മറുപടി എന്നറിയാമോ? പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? പെണ്ണിനെ കണ്ടാൽ നിങ്ങൾക്ക് എവിടെയാണ് പൊങ്ങുന്നത്? ഒന്ന് പറഞ്ഞു തരൂ. താത്ത പറയുന്നതൊക്കെ മറുകൃതിയാണെങ്കിലും പെണ്ണിന്റെ മുഖം കാണാൻ പാടില്ല, ഫോട്ടോ എടുക്കരുത്, വീഡിയോ എടുക്കരുത്, സോഷ്യൽ മീഡിയയിൽ പെണ്ണ് പറയരുത്, പെണ്ണ് പ്രസംഗിക്കണ്ട. പെണ്ണ് അബുൻ ഇബിനൊക്കെ പഠിപ്പിച്ച് കുട്ടികൾക്ക് കഴിയുകയും പഠിപ്പിച്ചും ആണുങ്ങൾക്ക് വച്ചുണ്ടാക്കിയൊക്കെ കൊടുത്തിട്ട് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ എന്താ പെണ്ണ് പുറത്തിറങ്ങി പ്രബോധനം ചെയ്താൽ എന്ന് ചോദിക്കുകയാണ് ഇവിടെ ഒരു സ്ത്രീരത്നം. കേട്ടോ, അത് പോയോ? ഓക്കെ. പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് കൈ ഇപ്പൊ ചോദിച്ചിട്ടില്ല, ചിലപ്പോ ചോദിച്ചെന്നിരിക്കും. അപ്പൊ മുൻകൂട്ടി ചില കാര്യങ്ങള് നേരിട്ട് തന്നെ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മൾ ആരെങ്കിലും ചോദിക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് തന്നെ, വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്തത് കൊണ്ട് പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന ചില ആളുകൾ നമ്മളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് കയ്യ് എന്തിനാ ഫുൾ കൈയിടുന്ന, കുറച്ചും കൂടെ കയറ്റിക്കൂടെ? ഒരു പുരോഗമനവാദികളും അതൊന്നും ചോദിക്കാൻ പോകുന്നില്ല. അത് വേറെ എന്തെങ്കിലും പറയണ്ടേ?
പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് ആ കൈപ്പത്തി വരെ മറക്കേണ്ടതുണ്ടോ? മുട്ടുവരെ ആക്കിയാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവില്ലേ? അല്ലയോ സഹോദര, കൈപ്പത്തി വരെ മറക്കണമെന്നതും. അപ്പോൾ ഇത് ചോദിക്കുന്നത് പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന സഹോദരനാണ് എന്ന് താത്ത ഉറപ്പിച്ചു. ഒരു തരം, രണ്ടു തരം, മൂന്ന് തരം സഹോദരൻ തന്നെ. ശരി, നിങ്ങളുടെ ഇസത്തിലെ ഏത് താത്വിക ആചാര്യനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് രാഷ്ട്രീയ നവോത്ഥാന നായകനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അത് നിങ്ങൾക്ക് കൈപ്പത്തി വരെ മറച്ചാലും നഗ്നനായി നടന്നാലും പ്രശ്നമില്ലാത്ത ഒരു ഇസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് വർത്തമാനം പറയരുത്. തല മറക്കുമ്പോഴേക്കും ബുദ്ധി മറച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധിമാന്ദ്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് സഹതാപമുള്ളത്. അതുകൊണ്ട് വിഡ്ഢിത്തം പറയാതെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെയും, ദലിതനാവട്ടെ, താഴേക്കിടയിലുള്ള മനുഷ്യരാവട്ടെ, സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, കുട്ടികളാവട്ടെ, വൃദ്ധജനങ്ങളാവട്ടെ, ഇവർക്കൊക്കെയും നീതി പുലർത്തുവാൻ സാധ്യമാകുന്ന ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. കുറച്ചുകൂടിപ്പോയോ താത്ത? എല്ലാവർക്കും നീതിയിൽ അധിഷ്ഠിതമായൊരു ജീവൻ എന്നൊക്കെ പറഞ്ഞത്, ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിച്ചത് കുറച്ച് ഓവറായോ? മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നീതിയെക്കുറിച്ച് പറഞ്ഞ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പടച്ചോന്റെ നബി മുഴുവൻ കാഫിറുകൾക്കും ഒക്കെ കൂടി വെച്ച് കെട്ടി താത്തായി മതത്തെ തന്നെ ഇനിയിപ്പോൾ റീബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ആ മുസ്ലിങ്ങൾക്ക് എവിടെയാ റുക്സാന നീതി? കാഫിറുകൾക്ക് എവിടെയാണ് റുക്സാന ഇസ്ലാമിൽ നീതി? കാഫിറുകളെ കുറിച്ചിട്ട് എന്താ ഖുർആൻ പറഞ്ഞത്? അതൊക്കെ കൂടി ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. വഖൂദുഹന്നാസു വൽ ഹിജാറ ഉഇദ്ദത് ലിൽ കാഫിരീൻ. കേട്ടിട്ടില്ലേ? വത്തഖുന്നാറല്ലതി, നിങ്ങളൊരു നരകത്തെ കുറിച്ച് നിങ്ങളൊന്ന് സൂക്ഷിച്ചോ. വഖൂദുഹന്നാസ്, അവിടെ എരിയപ്പെടുന്നത് മനുഷ്യരാണ്. വൽഹിജാറ, കരിങ്കല്ലുകളും കാഫിറുകളും എരിയപ്പെടുന്ന നരകം. ഉഇദ്ദത് ലിൽ കാഫിരീൻ, അതെ, കാഫിറുകൾക്ക്, സത്യനിഷേധികൾക്ക്, അമുസ്ലിങ്ങൾക്ക് അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു നരകത്തെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കാനെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പിന്നെ നീതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞ മുമ്പിലിരിക്കുന്ന കുറച്ച് മദ്രസ പൊട്ടന്മാരെയും പൊട്ടത്തികളെയും പറ്റിക്കാമെന്നുള്ളതല്ലാതെ എല്ലാവരെയും പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. ഉടമ സ്ത്രീകളുടെ നഗ്നത സൂക്ഷിക്കാൻ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അടിമ സ്ത്രീകൾ എന്തേ? പടച്ചോനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യരല്ലേ? അല്ല, അടിമ സ്ത്രീകൾ മുട്ടുമുതൽ പൊക്കൾ വരെ മറച്ചാൽ മതി എന്ന് പറഞ്ഞു. അവര് സ്ത്രീകളല്ലേ? അവരെ മനുഷ്യരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലേ? അല്ല, പടച്ചോന്റെ നീതിബോധത്തെക്കുറിച്ച് തള്ളി മറിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ചോദിച്ചു, എന്താ അപ്പിക്കുപ്പായത്തെ കുറിച്ച് ഖുർആൻ പറയാതെ ഉമറിന് വേണ്ടി മാത്രം ഖുർആനിൽ വചനം ഇറങ്ങിയത് എന്തുകൊണ്ടാണ്? എന്താ പെണ്ണിന്റെ പ്യൂരിറ്റിയെ സംരക്ഷിക്കണമെന്ന് പടച്ചോന്റെ നബിക്കൊന്നും അറിയത്തില്ലായിരുന്നു? നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യത്വമാണ് ഏറ്റവും വലുത്. അവിടെ നീതി ഉണ്ടാകും, യുക്തി ഉണ്ടാകും, എതിർ ചോദ്യങ്ങൾ ഉണ്ടാകും, വിമർശനങ്ങൾ ഉണ്ടാകും, എല്ലാം ഉണ്ടാകണം. ഒരു നിർബന്ധങ്ങളുമില്ല, ഒരു അടിച്ചേൽപ്പിക്കലുകളുമില്ല. പ്രവാചകന്റെ ഭാര്യമാർ മറയിരിക്കാൻ വേണ്ടി 1നും 2നും പോയ സമയത്ത് ഉപയോഗിച്ച അപ്പിക്കുപ്പായത്തെ കുറിച്ചിട്ടാണ് താത്ത ഇത്രയും വിശാലമായും വാചാലമായും സംസാരിക്കുന്നത്. ഹദീസുകളൊക്കെ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാ. അടിമ സ്ത്രീകളോട് മാറുമറയ്ക്കണ്ട, തലമറയ്ക്കണ്ട എന്ന് പറഞ്ഞ ഇസ്ലാം ഉടമ സ്ത്രീകളോട് നിങ്ങളത് മറച്ചോളാനും പറഞ്ഞു. നിങ്ങളുടെ മുഖമക്കനകൾ മാറിലൂടെ താഴ്ത്തിയിട്ടോളാൻ പറഞ്ഞു, നിങ്ങളുടെ ശിരോവസ്ത്രങ്ങൾ. അപ്പോ അടിമ സ്ത്രീകളോട് നീതി കാണിക്കാത്ത പടച്ചോനെ കുറിച്ച് ഈ വിഷയം പറഞ്ഞിട്ട് തന്നെ വേണമായിരുന്നു റുക്സാന ഇസ്ലാമിനെ ട്രോളാൻ. റുക്സാന ജീവിക്കുന്നത് ഇന്ത്യയിലായതുകൊണ്ടും നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല കേട്ടോ. മൈക്കിന്റെ മുമ്പിൽ വരാം, ഉറക്ക ശബ്ദത്തിൽ നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണോ അഭിപ്രായം പറയേണ്ടത് അത് പറയാം. ഇറാനിലോ താലിബാനിലോ ഒക്കെ ആണെങ്കിൽ അഫ്ഗാനിൽ പറ്റുമോ? താലിബാനികൾ ഭരിക്കുന്ന അഫ്ഗാനിൽ
പാകിസ്ഥാനി പറ്റുമോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി കെട്ടി ശരീഅത്ത് നിയമത്തിന്റെ മുഹബ്ബത്തിളക്കി ഇസ്ലാമിക വസ്ത്രധാരണത്തിലേക്ക് ആളെ കൂട്ടാൻ പറ്റുമോ? പുരോഗമനത്തിന്റെ ആളുകളെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ മൈക്കിലൂടെ വിളിച്ചു പറയാൻ അഫ്ഗാനിൽ പറ്റുമോ, പാകിസ്ഥാനിൽ പറ്റുമോ, ഇറാനിൽ പറ്റുമോ? എന്തായിരുന്നാലും പെണ്ണ് വേദി പങ്കിടുന്നതിനെയാണ് കാന്തപുരം എതിർത്തതെങ്കിൽ പെണ്ണിന് വേദിയിൽ നിന്ന് പ്രസംഗിക്കാമെന്ന് കാണിച്ചു കൊടുക്കുകയാണ് റുക്സാന. സന്തോഷം. സമർത്ഥയായി പഠിച്ച ഒരു പെൺകുട്ടി വേദിയിൽ വന്ന് അവൾക്ക് അർഹതപ്പെട്ട അവാർഡ് സമ്മാനം വാങ്ങുന്നതിനെ എതിർത്ത ഇവർക്ക് ഇതിലും നല്ലൊരു മറുപടിയില്ല. സന്തോഷം. നന്ദി.